നമസ്കാരം. പൈതൃകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മുല്ലശ്ശേരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന് മുന്നിലാണ്. മുല്ലശ്ശേരിയിൽ ഇല്ലം വകയായിരുന്ന ക്ഷേത്രം ഇല്ലം നിലനിന്നിരുന്ന സമയത്ത് ഇല്ലത്തെ തേവാരമായിരുന്നു. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. അതുകൊണ്ട് തന്നെ ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കാനനവാസനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിരൂപമായിട്ടാണ് ഭക്തർ മുല്ലശ്ശേരിൽ ശാസ്താവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എരുകാട് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ശാസ്താ ക്ഷേത്രത്തിലേക്ക് എളുപ്പമെത്താനായി ഇങ്ങനെ ഒരു കാനനപാത സ്വീകരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്ററോളം വടക്കു മാറിയാണ് ശാസ്താ ക്ഷേത്രം. ഇല്ലത്തെ തേവാരമായിരുന്നതിനാൽ തന്നെ ഇവിടെ നിത്യപൂജയും വഴിപാടുകളും ഉണ്ട്. ഇല്ലം അന്യം നിന്നതോടെ ക്ഷേത്രഭരണ ചുമതല വടക്കനേഴിയത്ത് ഇല്ലത്തിനായി. ഏകാന്തവാസനാണ് ശാസ്താവ്. കുന്നിൻ ചെരുവിലെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലത്താണ് ശാസ്താ ക്ഷേത്രം. ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തായി അനേകം വീടുകൾ വന്നു. പാറയിൽ ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. ഏതു വേനലിലും വറ്റാതെ ഒരൽപ്പം ജലാംശം ഇതിനുള്ളിലുണ്ടാകും. മണ്ഡലകാലത്ത് ഭക്തർ ഭജനയും ദീപാരാധനയും ദീപക്കാഴ്ചയും ഒരുക്കുന്നു. കളഭചാർത്തും നീരാഞ്ജനവും വിശേഷപ്പെട്ട വഴിപാടുകളാണ്. എല്ലാ ശനിയാഴ്ചകളിലും ശനിദോഷ നിവാരണ പൂജകൾ നടത്തിവരുന്നു. മുല്ലശ്ശേരി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പൈതൃകത്തിന്റെ അടുത്തൊരധ്യായത്തിൽ പുതിയ വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം.